പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ചിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയാണ് ചീടാം. പെസഹ തിരുനാളിൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥിതനാം താതാമേ നാമം പൂജിതം ആകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, സ്തുതി തന്നെ സ്തുല മഹിമാവാൻ ഭൂസ്വർഗ
സ്തുതിയും എന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നേകിയും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവിനെ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം വാക്യങ്ങൾ 8 മുതൽ ഗുരു ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിനെ യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ
ശ്രോതാവുടൻ തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുനാളിൻ്റെ 2-ാം ദിവസം ഇവിടെ നൊവേനയിൽ കേട്ടതുപോലെ 2-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ വരാൻ ഇന്ന് വളരെ സന്തോഷം തോന്നി. കാരണം 2-ാം ദിവസത്തെ നിയോഗം തന്നെ ഫൗസ്തീനായോട് ഈശോ പറഞ്ഞ കാര്യമാണ്. ഇന്ന് എല്ലാ വൈദികരുടെയും എല്ലാ സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ ഇവിടെ വരാനായിട്ട് സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിന്, ഇന്നേ ദിവസത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മൾ 25 നോമ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സുന്ദരമായ ദിവസത്തിലാണ് തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അപ്പുറത്തിരുന്നപ്പോൾ TV കൂടെ എഴുതി കളിക്കുന്നു, കരുണയുടെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ. ഇത്രയും സുന്ദരം. മൂന്നാമത്തെ പ്രത്യേകത, കരുണയുടെ മാതാവ് എന്ന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവകരുണയുടെ മാതാവ് എന്ന് വെളിപ്പെടുത്തി കൊടുത്ത പ്രത്യേക പുണ്യ സ്ഥലത്താണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപകൾ വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി ഈ ദേവാലയം മുഴുവൻ നിറയട്ടെ. ഈ പ്രദേശത്ത് വസിക്കുന്ന മക്കളിലേക്ക്, കരുണ പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും കൃപ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം പ്രത്യേകിച്ചും തളർന്നിരിക്കുന്നവർക്ക് വളരെ അനുഗ്രഹമായിട്ട്, രോഗികൾക്ക് വലിയ രോഗശാന്തിയായിട്ട്, മനസ്സിടിഞ്ഞവർക്ക് മാനസിക ആരോഗ്യമായിട്ട്, ആത്മീയമായ ബന്ധനങ്ങൾ കഴിയുന്നവർക്ക് ആത്മീയ കൃപകളായിട്ട് ഹല്ലേലൂയ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അമലോത്ഭവ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ദൈവകരുണയുടെ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ ഈ ആരാധനാ സമൂഹം മുഴുവനിലേക്കും അവർ എഴുന്ന സ്ഥലങ്ങളിലേക്കും എല്ലാം വ്യാപരിക്കട്ടെ. ഹാല 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 ഹാല. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് കാനായിലെ കല്യാണത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇന്നത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണെന്നാണ് തിരുവചനം പറയുന്നത്. വിലാപത്തിൻ്റെ പുസ്തകം 3:22 പറയുന്നു, ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഈ തിരുവചനം ഇന്ന് കേൾക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അതിനൊരു പുതുമ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. അമ്മയുടെ ആ സാന്നിധ്യം ആരും നോട്ട് ചെയ്യാതെ ഇരുന്നതാണ്. അമ്മയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ മറഞ്ഞിരുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ അമ്മ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ സുവിശേഷം പരിശോധിച്ചാൽ കാണും, അമ്മ വളരെയധികം പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കാര്യം വളരെ കുറവാണ്. പലപ്പോഴും ഈശോയെ കാണാൻ രഹസ്യത്തിൽ ചെല്ലുന്ന,
അല്ലെങ്കിൽ വളരെ രഹസ്യാത്മകമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു പുണ്യപ്പെട്ട അമ്മയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറാൻ തുടങ്ങി. ഈ സ്ഥലം തന്നെ അതിന് വലിയൊരു തെളിവാണ്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് അറിയാതിരുന്ന മനുഷ്യർക്ക് അമ്മ കരുണയുടെ വലിയ പാഠങ്ങൾ, തിരിച്ചൊത്തിരി ഭാരങ്ങൾ വഹിക്കുന്ന മനുഷ്യർക്ക്, ശാരീരിക രോഗികൾ, മാനസിക രോഗികൾ, മനസ്സിടിഞ്ഞിരിക്കുന്നവര്, ആത്മീയമായിട്ട് ഒരു നന്മ പറഞ്ഞവരുമേ പോലും ചൊല്ലാൻ പറ്റാത്ത വ്യക്തികൾ, ഒരു കുർബാന പോലും നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവര്, ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ആ ഒരു ആത്മീയ നിശബ്ദത, സ്പിരിച്വൽ സൈലൻസ് ഈസ് ഹിയർ. ആരോടും പറയേണ്ടി വന്നിട്ടില്ല. ഇവിടെ സൈലൻസ് കീപ്പ് ചെയ്തോണം, മിണ്ടാതിരുന്നോണം. കാരണം ഈ സ്ഥലം പരിശുദ്ധ അമ്മയും ഈശോയും തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ്. കരങ്ങൾ എടുത്ത് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, നന്ദി. എന്താ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ അമ്മ കാനായിൽ ചെയ്തത്? അമ്മ ആ വീടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമ്മ ക്ഷണിക്കപ്പെട്ടെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്താണത്? അമ്മയുടെ ഒരു പ്രത്യേകതയാണിത്. അമ്മയ്ക്ക് നമ്മളോടൊരു വലിയ വാത്സല്യമാണ്. നമുക്ക് വീട്ടിലെ അമ്മമാരെ തന്നെ ഓർത്താൽ മതി. അമ്മമാരെല്ലാം വീടുകളിൽ ഒത്തിരി സഹിക്കുന്നവരാണ്. അമ്മമാരുടെ നിശബ്ദ സേവനങ്ങളാണ്, സഹനങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകളെ ഒത്തിരിയേറെ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു സ്വർഗീയ അമ്മയുടെ അവസ്ഥ എന്നായിരിക്കും? ഇത്രയും കുറവുള്ള ഭൂമിയിലെ അമ്മമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു കുറവുമില്ലാത്ത പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനിങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. നമുക്ക് ഈ ഭൂമിയിലോട്ട് വരാനായിട്ട് ഒരു അമ്മച്ചിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് പിറക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും. പക്ഷെ സ്വർഗത്തിലോട്ട് കയറണമെങ്കിൽ നമുക്ക് വേറൊരു അമ്മച്ചിയെ വേണം. ഹല്ലേലൂയ. അത് പരിശുദ്ധ കന്യക മറിയം തന്നെയാണ്. കരങ്ങളുയർത്തി യേശുവെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, നന്ദി. പ്രഭാഷകന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ 40-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം, 1-2 വചനങ്ങളായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ആദാമിന്റെ മക്കള് എല്ലാവരുടെയും അമ്മയിലേക്ക് തിരിയുന്നിടം വരെ ഒത്തിരിയേറെ ഭാരം വഹിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നാൾ മുതൽ സകലരുടെയും അമ്മയിലേക്ക് തിരിയുന്നിടം വരെ ആദാമിന്റെ മക്കൾ വലിയ ഭാരം വഹിക്കുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് 100% ശരിയായ കാര്യമാണ്. അമ്മയെ ആശ്രയിക്കുന്നവർക്കറിയാം, പരിശുദ്ധ കന്യയെ മാതാവിനെ ആശ്രയിക്കുന്നവർക്ക് നമ്മുടെ ഭാരമെല്ലാം ഇതിലേ പോയെന്ന് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. അവിടുന്ന് വാഗമണിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പം 12 മണിക്ക് വരുന്നൊരു ബസ്സുണ്ട്. ആ വണ്ടി കിട്ടിയില്ല, പിന്നെ ഇങ്ങോട്ട് വരവ് എളുപ്പമല്ല. അപ്പോൾ ആ വണ്ടിക്ക് കൃത്യം 12-ന് വന്നു ബസ്സേ കയറി ഇരുന്നു. അവിടെ പുള്ളിക്കാനൊക്കെ കൂടി വരുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ കൊന്തയെല്ലാം സമയം കിട്ടും. ഞാനിവിടെ വന്നൊരു മുഴുവൻ കൊന്ത തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ ആദരങ്ങളോട് അമ്മ സംസാരിച്ചോണ്ട്. എനിക്ക് ടെൻഷനില്ല, കാരണം അമ്മ പറഞ്ഞു തരുള്ളൂ പറയേണ്ട എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. ഈ അമ്മയെ ഏൽപ്പിച്ചാൽ എന്തൊരു ആനന്ദമാണെന്നറിയാവോ? ഈ അമ്മയിലോട്ട് കടന്നു വരണം. കാരണം ദൈവത്തിന്റെ കരുണ കൊണ്ടുവരാനായിട്ട് തന്നെയാണ് അമ്മയെ നിയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ ഒരു സ്ഥലം. ഈ സ്ഥലത്തെക്കുറിച്ച് ഇനി ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽപ്പുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വർഗം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ തന്നെ ഇവിടെ വന്നിട്ടുള്ളതായ അനുഭവങ്ങൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. കാനായിൽ അമ്മ ചെയ്തത് എന്താണ്? അമ്മയോട് അവർ പറഞ്ഞില്ലെങ്കിലും അമ്മ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇത് അമ്മയുടെ ഒരു വലിയൊരു നേട്ടം. അമ്മയ്ക്ക് മനസ്സിലാക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ പ്രശ്നം, സന്യാസത്തിന്റെ പ്രശ്നം എന്താ, വൈദികരുടെ പ്രശ്നം എന്താ, ഓരോരോ ജീവിതാന്തസ്സിന്റെയും പ്രശ്നങ്ങൾ അറിയുവാൻ ഇത്രമാത്രം കഴിവുള്ള വേറെ ഒരു മനുഷ്യസ്ത്രീ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പക്ഷേ കൃപ നിറഞ്ഞതായ പരിശുദ്ധ അമ്മ, നമ്മളെ പോലെ ഭൂമിയിൽ ജനിച്ച ഈ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞപ്പോൾ ഫൗസ്റ്റീന പറഞ്ഞ ഓരോരോ കൂട്ടരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു. അതാ 9 ദിവസത്തെ നൊവേനയും നമ്മൾ കേൾക്കുന്നു അല്ലേ? ഓരോ ദിവസവും നിങ്ങൾ ആ 9 ഗണത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്
അവരെ എല്ലാവരെയും കൂടെ കൂട്ടിയാൽ ആകെ മൊത്തം മനുഷ്യ രാശി മുഴുവൻ അതിനകത്ത് പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ആരും വിട്ടുപോയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെ മേലും പരിശുദ്ധ അമ്മ വഴി ദൈവിക കാരുണ്യം വർഷിക്കപ്പെടണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ പുത്രനിലൂടെയുള്ള ഹിതമാണ്. കരങ്ങൾ ഓതി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പ്രിയപ്പെട്ടവരെ ഈ ദൈവിക കരുണയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നത്? ചിലർ ചിന്തിക്കുന്നുണ്ട്, ഈ കരുണയും സ്നേഹമൊക്കെ ഒന്ന് തന്നെയല്ലേ? പലരും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രണ്ട് വാക്കുകളാണ് സ്നേഹവും കരുണയും. ലവ് ആൻഡ് മേഴ്സി രണ്ടും തമ്മിൽ വലിയ മാറ്റമുണ്ട്. എന്താ മാറ്റം? നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് അവകാശപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം. വീട്ടിലെ അപ്പൻ, വീട്ടിലെ അമ്മ അവരുടെ കൊച്ചിന് അവകാശപ്പെട്ടതാണ് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം. അയലോക്കംകാരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. കൊച്ചിന് സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് ഒരവകാശമുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ഒത്തിരി തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ തിരിഞ്ഞു മറിഞ്ഞു പോകുമ്പോൾ ഒളിച്ചോടി പോകുന്നവരുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്, മാതാപിതാക്കന്മാരുടെ മനസ്സിനൊക്കെ മുറിവേൽപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ അവസ്ഥയിൽ നമ്മളെ പിന്നെ പൂർണ്ണമായിട്ടും മാതാപിതാക്കന്മാർക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇത് മനുഷ്യന്റെ കാര്യം. എന്നാൽ പാപം ചെയ്ത മനുഷ്യന്റെ അവസ്ഥ എന്നാണ്? ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തുമ്പോഴും ദൈവം അടുത്ത പടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അതാണ് കാരുണ്യം, ദൈവ കരുണ. ഹല്ലേലൂയ. നമുക്ക് അവകാശപ്പെടാത്തത് കിട്ടുന്നതിന്റെ പേരാണ് കാരുണ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ധൂർത്തപുത്രനെ വെറുതെ ഒന്ന് നോക്കിയാൽ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞവൻ, എല്ലാം നശിപ്പിച്ചവൻ, സ്വന്തം സ്വാർത്ഥ ബുദ്ധിയാല് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയവൻ, അവസാനം സുബോധം വരുമ്പോൾ അവന് തന്നെ പിടുത്തം കിട്ടി, ഇനി ഏതെക്കാലം സ്നേഹം കിട്ടിയേല. ഉറപ്പാ. എവിടെ സ്നേഹം കിട്ടാൻ? അത്രയും നശിപ്പിച്ചവനവന്. പന്നിയുടെ ഇടയ്ക്ക് പോയി അവസാനം വസിക്കാന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇനി അധപ്പതിക്കാനൊന്നുമില്ല. അവൻ്റെ അധപ്പതനത്തിൻ്റെ അങ്ങ് പരമകാഷ്ട, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങ് താഴോട്ട് അങ്ങ് പോയവനാ. ഇനി ഒന്നും അധപ്പതിക്കാനില്ല. അപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ എന്താ അവൻ പറയുന്നത്? ഇനി എനിക്ക് ഏതെക്കാലം സ്നേഹം കിട്ടിയല്ല, ഉറപ്പാ. ഇനി ദാസനായാൽ മതി, ഇനി ഒരു അടിമവേല ചെയ്യുക, വീട്ടിൽ പോയി അവിടുത്തെ ജോലിക്കാരുടെ കൂട്ടത്തിൽ ഒരു സെർവൻ്റായിട്ട് നിൽക്കുക, വായിക്കണം വചനഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവൻ്റെ ഇംഗിതം നോക്കുക. ഇനി ഏതൊക്കെയാലും മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും ദേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊക്കെ പലരും ഈ ധൂർത്തപുത്രൻ്റെ അവസ്ഥയിലോട്ട് അധപ്പതിച്ചവരാ. വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും അയൽമാരാണെങ്കിലും അയൽമാർ തന്നെ ഏത് പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പിതാവിൻ്റെ വീട്ടിൽ ചെല്ലുക. അതായത് ഇനി ദാസനായാൽ മതി. പിതാവിനോട് പറഞ്ഞേക്കാം, ഇനി ഏക്കാലും എന്നെ മകനാക്കണ്ട, കാരണം എനിക്ക് അതിൻ്റെ യോഗ്യതയില്ല, നീ ആക്കുവാൻ വേണ്ട, അതിനുള്ള യോഗ്യതയില്ല. ഇത് ചിന്തിച്ചുകൊണ്ട് ചെല്ലുന്ന അവനിലേക്ക് വർഷിക്കപ്പെടുന്ന ആ വലിയ സംഭവത്തിന്റെ പേരാണ് കാരുണ്യം. ഹല്ലേലൂയ. അവൻ അർഹതപ്പെടാത്തത് കിട്ടുന്നു. ഇതാ ദൈവകാരുണ്യം എന്ന് പറഞ്ഞ ദൈവകാരുണ്യം. അർഹതപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു. പുതിയ ചെരുപ്പിടിയിക്കുന്നു. നേരത്തെ ചെരുപ്പുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് പുതിയ ചെരുപ്പ്, നല്ല മോതിരം കൊണ്ട് നേടിയിരിക്കുന്നു. പിന്നെ എന്നാണ്? പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു, കാളയെ കൊല്ലുന്നു. എന്തൊരു സംഭവം നോക്കി. ഇതാ ദൈവത്തിന്റെ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് ദൈവകാരുണ്യം അനുഭവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ എഴുതി സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ഏതാനും പേർക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് നമ്മുടെ സ്വാർത്ഥതയാണ്. മറിച്ച് ഈ കരുണയുടെ വക്താക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്കറിയാം, ഇവിടെ വരുന്നവർ കൂടുതലും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ തിരുനാളിലും വരുന്നവരായിരിക്കും. ദൈവകൃപയാൽ എനിക്കിവിടെ പല പ്രാവശ്യം വരാൻ സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പല പ്രാവശ്യം ഇവിടെ വന്ന് ഈ കുർബാന അർപ്പിക്കുവാനും സന്ദേശം കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കും, ദൈവമേ, ഇതൊരു വലിയ കാരുണ്യമാണല്ലോ, എനിക്ക് യഥാർത്ഥ യോഗ്യതയില്ല ഇവിടെ വരാനായിട്ട്. പക്ഷേ കർത്താവ് വലിയ കാരുണ്യം എന്നോട് കാണിച്ചുകൊണ്ടാണ് വേറൊരു രൂപതക്കാരനായ എനിക്ക് ഇവിടെ വന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കാനും സന്ദേശമൊക്കെ പറയാനായിട്ടൊക്കെ സാധിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അച്ഛൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ പറഞ്ഞ 9 ദിവസത്തെ നിയോഗങ്ങളിലെ ആൾക്കാരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാം, ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും ദൈവകരുണയിൽ മുക്കിപ്പൊക്കാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഫസിനാട് ഈശ്വരിക്ക് പറയുന്നുണ്ട്, മോളെ, ലോകത്തിലെ കുടുംബ ആവികളോട് നീ ഒരു സൽവാർത്ത പറയണം. എന്താ സൽവാർത്ത? നിങ്ങൾക്കാണ്
കർത്താവിന്റെ ഈശോയുടെ കാരുണ്യക്കടലിൽ മുങ്ങിത്താഴാനുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് പറയണം. നോക്ക്, ഇത് പാപികൾക്കൊരു സൽവാർത്തയാണ്. എന്താ സൽവാർത്ത? കൊടും പാപികളോട് നീ പോയി പറയണം, നിങ്ങൾക്കാണ് ഈശോയുടെ കരുണാസമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങാനുള്ള ഏറ്റവും വലിയ അവകാശം. കരങ്ങൾ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാം ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന ആരെയെന്നറിയാം? ലോകത്തിലെ എല്ലാ പാപികളെ. അതിനകത്ത് രഹസ്യ പാപികൾ കാണും, പരസ്യ പാപികൾ കാണും, ലഘുപാപികൾ കാണും, ഘനപാപികൾ കാണും, വിചാരത്താൽ പാപം ചെയ്തവർ കാണും, വാക്കുകൊണ്ട് പാപം ചെയ്തവർ കാണും, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്തവർ കാണും, ഉപേക്ഷാ തെറ്റുകൾ ചെയ്തവർ കാണും. എന്താണ് ഉപേക്ഷാ തെറ്റ്? ചെയ്തു കൊടുക്കാമായിരുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാത്തവർ. അതും വലിയൊരു പാപമാണ്. കാരണം പാപത്തെക്കുറിച്ച് പറയുമ്പം സഭ പഠിപ്പിക്കുന്ന 2 തരം പാപങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരിട്ട് ചെയ്ത പാപങ്ങൾ. 2, ചെയ്യാമായിരുന്ന ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കാതിരുന്നത്. അതും വലിയ പാപമാണ്. അപ്പൊ എല്ലാ പാപികളെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുക. നോക്കുക, അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയെ തന്നെ ഈ സ്ഥലത്തോട്ട് വെച്ചിരിക്കുന്നത്. ഫൗസ്തീനയോടൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് റെഫറൻസേ ഉള്ളൂ. മാതാവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പറയാണ്, നീ എൻ്റെ അമ്മയെ എപ്പോഴും കൂട്ടി വിളിച്ചോണമെന്ന് ഫൗസ്തീനയോട് പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ആ ഫൗസ്തീന ഡയറി വായിച്ചാൽ കാണാം. ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധനോട് പറയുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് സാധിക്കണമെങ്കിൽ നീ എൻ്റെ അമ്മയെ കൂട്ടുപിടിച്ചോണം. ഇവിടെ ഈ സ്ഥലത്തിനോ, ഇവിടെ അമ്മ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പ് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറയാം, അതിനും പറയാം അമ്മയുടെ സാന്നിധ്യം എന്നെ ഉന്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ പ്രത്യുത എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്ര അധികം സ്നേഹിച്ചു. അത്ര അതെത്രയാ? അത്ര ഞാൻ ഇന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചത് ഈ എത്രയാ? അത്ര അതിൻ്റെതാ? അതിൻ്റെ കണക്ക് എന്നതാ? എന്തോ പറഞ്ഞോളൂ, ധൈര്യമായിട്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. അല്ല, എല്ലാവരും ചോദിക്കാൻ പോയ സമയം പോകും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഞാൻ മനോഹരമായ ഒരു പടം കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഈശോ ഇങ്ങനെ കുരിശില്ല, ഈശോ ക്രൂശിത രൂപമല്ല, കുരിശ് മാത്രം കാണും. ഒരു ചുമന്ന കച്ച ഒരു എം ഷേപ്പിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കണ്ടിട്ടില്ലേ? നമ്മുടെ കുട്ടികളുടെയൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിന് കൊടുക്കുന്ന ഒരു പടം. അത് എം ഷേപ്പിൽ ഒരു കച്ച ആ കുരിശയിലിട്ടിട്ടുണ്ട്. എൻ്റെ അടിയിലൊരു എഴുത്തുണ്ട് ഇങ്ങനെ. Then I asked Jesus, how much do you love me? He stretched out his hands like this and said, this much I love you. എനിക്കുള്ളിൽ നീട്ടാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരുണയെന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സിമം. കാരണം ഇപ്പോൾ കരുണയുടെ കാലഘട്ടം കേട്ടോ. സഭാ ഭാഷ പറഞ്ഞാൽ പറയും യുഗാന്ത്യ കാലഘട്ടം. ഇപ്പോൾ ഈശോയുടെ സെക്കൻഡ് കമ്മിങ് എപ്പോഴോ വേണേൽ സംഭവിക്കാവുന്നൊരു കാലഘട്ടം. ഇന്നാകാം, നാളെ ആകാം, എപ്പം വേണേ ആകാം. അത് അവിടുത്തെ ഹിതമനുസരിച്ച്. എന്നാൽ ഇപ്പോൾ കരുണയുടെ നാളുകളാണെന്ന് ഓർക്കുക. അവിടുന്ന് 2ാമത്തെ വരവിൽ വരുമ്പം നീതിമാനായ വിധിയാളനായിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? വിധിയാളനായിട്ട്. അന്നേരം ഈ കരുണ നമുക്ക് ഓരോരുത്തർക്കും ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മുങ്ങിപ്പൊങ്ങാൻ, ഈ കരുണയുടെ കടലിൽ മുങ്ങിത്താഴാനും അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ആ സമറിയാക്കാരി പോയി കരുണയുടെ ആ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവള് പോയി ആ നാട്ടുകാരെ എല്ലാം വിളിച്ചോണ്ട് പോയി. കുടമൊക്കെ അതിൻ്റെ വഴിക്ക് പോയി. കുടത്തെപ്പറ്റി അവളെ പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതാണ്, നമ്മളും കരുണയുടെ വക്താക്കളാകാനുള്ള ഒരു വിളിയാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ശ്രൈനിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുള്ളത്. 2ാം ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നത് ആരെയാ? വൈദികരെ, സന്യസ്തരെ. കണ്ടോ? ആദ്യം എല്ലാ പാപികളെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പറയണം ഓരോ ഗണത്തെ, വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. 3ാമത്തെ ദിവസം പറഞ്ഞു എന്നോട് വിശ്വസ്തതയും വിശ്വാസവും ഉള്ള എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ ദിവസം പറയുകയാണ്, എന്താ പറയുന്നത്? അവിശ്വാസികളും അജ്ഞാനികളുമായിട്ടുള്ളവരുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരാൻ. വിവിധ മതസ്ഥരാകാം, കത്തോലിക്ക സഭയിലേക്ക് വന്നതിന് ശേഷം തന്നെ വിശ്വാസം ഇല്ലായിട്ട് കഴിയുന്നവരാകാം, പല ഗണങ്ങളാകാം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ ഹിതം ഇതാണ്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. നീ ചിലപ്പോൾ വീട്ടിലിരുന്നോണ്ട് പറയല്ലേ, ഈശോയ്ക്ക് എന്നോട് മാത്രം താല്പര്യമില്ല, നമ്മുടെ വീടിനെ മാത്രം എന്താ അനുഗ്രഹിക്കാത്തത്? ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ദൈവത്തിന്റെ കരുണയുടെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ
നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരിക്കലും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരാതി പറയാനായിട്ട് സാധിക്കത്തില്ല. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് അവിടെ നിന്നിട്ടിരിക്കുന്നത്. 5-ാമത്തെ ദിവസം പറയുകയാണ്, കത്തോലിക്കാ സഭ വിട്ടുപോയ ആത്മാക്കളെല്ലാം കൂട്ടിക്കൊണ്ട് വരാൻ. ഞാൻ ഓർക്കുന്ന ഒരു പെന്തക്കോസ്ത കൊച്ചിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പെന്തക്കോസ്ത കൊച്ച്, മരിയ എന്ന അവളുടെ പേര്, നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അവളെ കുറ്റിക്കലച്ഛൻ്റെ കൂടെ കന്യാസ്ത്രീ ആയതുകൊണ്ട്, കത്തോലിക്ക കന്യാസ്ത്രീ ആയതുകൊണ്ട് പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുക. അവൾ പെന്തക്കോസ്തക്കാരത്തിയാണ്. ഇപ്പോൾ ഒരു ദിവസം കന്യാസ്ത്രീകളുടെ എവിടെയോ മഠത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവരൊരു ദിവസം അവളെ നിർബന്ധിച്ചു. ഇവളെപ്പോഴും വാദഗതികൾ നടത്തും. നിങ്ങൾ എന്തിനാണ് കുർബാന ചൊല്ലുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ജപമാല ചൊല്ലുന്നത്, ഇവളെപ്പോഴും ചോദ്യം ചെയ്യത്തില്ല. കാരണം നമുക്കറിയാലോ, നമുക്ക് ഉള്ളിൽ സ്വസ്ഥതയില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് സ്വസ്ഥതയില്ലെങ്കിലോ, സ്വസ്ഥതയില്ലാത്തവരാണ് ബാക്കിയുള്ളവരെ ഒത്തിരി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവളെപ്പോഴും ഇങ്ങനെ സിസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുമോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊന്ത ചെല്ലുന്നത്, കൊണ്ട് വല്ല ഗുണം കിട്ടുമോ, ഈ കുർബാന എന്തായോ അങ്ങനെ ചിലപ്പോഴെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ, സഭാരഹസ്യങ്ങളെയും അതുകൊണ്ട് നമ്മൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു, അതും ഇതുമെല്ലാം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പോൾ സിസ്റ്റർമാരുള്ള പറഞ്ഞ്, ഈ ഒരു ദിവസം കുർബാനയ്ക്ക് വാ, ഒന്നും ചൊല്ലിയില്ലെന്ന് വേണ്ടില്ല, അവിടെ വന്നാൽ മതി. അല്ല, ഇവർ ഒരുക്കി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒറ്റ കുർബാനയെ പങ്കെടുത്ത് ആ കുർബാന മുഴുവൻ അവൾക്ക് അനുഭവമായി മാറി. പ്രൈസ് ദി ലോർഡ്. കമ്മട്ടിലച്ഛൻ, വിൻസെൻഷ്യൻ കമ്മട്ടിലച്ഛനാണ് അന്ന് കുർബാനയിൽ ഇരുന്നത്. ഇവളെ കാണുന്നുണ്ട്, കമ്മട്ടിലച്ഛൻ ഇങ്ങ് വരുന്നുണ്ട്, പിന്നെ അച്ഛനെ ഇവള് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവള് കാണുന്ന മുഴുവൻ ഈശോ അവിടെ മുഴുവൻ അവിടെ തിരി പിടിച്ചുകൊണ്ട് വന്ന പയ്യന്മാരുടെ അടുത്തോടെ വന്ന മാലാഹാമാർ വന്ന തിരിയൊക്കെ അവർ പിടിച്ച് അവരോട് നിൽക്കുന്ന കാഴ്ച അവർക്ക് കാണാം. സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നിരിക്കുക. പരിശുദ്ധ അമ്മ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വന്ന് നിൽക്കുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്കും പള്ളിയുടെ നടുക്കൂടെ ഇങ്ങനെ കുറച്ച് പേര് കയറി വരിക. ഇവള് കണ്ടിട്ടില്ലാത്തവരാ. മറ്റവരേക്കൾക്ക് മനസ്സിലായി മാലാഹ എന്നൊക്കെ തിരിച്ചറിഞ്ഞു. വിശുദ്ധരുടെ ഗണങ്ങളിങ്ങനെ പറ്റമായിട്ട് പല ഗണങ്ങളായിട്ട് പള്ളി മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഈ നടുക്കൂടെ വരുന്ന ആരാന്ന് ഇവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അതെൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളാ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ പള്ളിയുടെ നടുക്ക് സ്ഥലം ഇടാത്തത്? ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഇടകുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തെക്ക് കാരണം ഹല്ലേലൂയ. സാധാരണ പള്ളികളിൽ വിശ്രമണം നടക്കുന്ന സമയത്ത് നടുവിലൊരിക്കലും ആരും കയറി ഇരിക്കാറില്ല. കാരണം നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വെറും സഭയുടെ ഒരു പല്ലവിയോ അല്ലെങ്കിൽ ഒരു എന്താ നമ്മുടെ ഒരു ഐതിഹ്യമൊന്നുമല്ല, അതൊരു സത്യമാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പ്രഘോഷിക്കുന്ന പോലെ സത്യമായുള്ള കാര്യമാണ്. ശുദ്ധീരാത്മാക്കൾ ഓരോ കുർബാനയിലും നമ്മുടെ പ്രാർത്ഥന ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജർത്രൂദിനോട് ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിത്യപിതാവേ, ഇന്ന് ലോകം ആസകലം അർപ്പിക്കപ്പെടുന്ന ദീപികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ പാപികൾക്കും, സാർവത്രിക സഭയിലെ, എൻ്റെ വീട്ടിലെയും എൻ്റെ കുടുംബത്തിലെയും, സഭയിലെയും ലോകം മുഴുവനിലെയും എൻ്റെ വീട്ടിലെയും എൻ്റെ കുടുംബത്തിലെയും ഭാവികൾക്കും വേണ്ടി ഞാൻ കാഴ്ച വെച്ച് കൊള്ളുന്നു. പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ വിശുദ്ധ ജർത്രൂദിനെ ഈശോ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. അപ്പോൾ ഇവളിന്ന് കന്യാസ്ത്രീയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അവളോട് വന്നിട്ട് ഈശോ പറഞ്ഞു, കത്തോലിക്കാ സഭയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേച്ച്. അവൾ കത്തോലിക്കാ സഭയിൽ മാമോദിസ സ്വീകരിച്ചു. എൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ ഞാൻ രണ്ടാമത് വരുമ്പം ഇപ്പം നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതെവിടെയാ? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ. അവളോട് പറഞ്ഞു കൊടുത്തു, ഇപ്പം ഞാൻ നിന്നെ എവിടെ കൊണ്ടെന്നാണ് ആക്കിയിരിക്കുന്നത്, ഞാൻ രണ്ടാമത് വരുമ്പം നീ അവിടെ കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എത്രയോ അനുഗ്രഹം ഒരു കത്തോലിക്കനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കത്തോലിക്കലാത്തിരി കൂടുതൽ കാണും. ഞാൻ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നു, ഒരു കത്തോലിക്ക വൈദികനാണ് ഞാൻ. നിയമാവർത്തനം 4:7 പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മൾ കർത്താവിൽ അഭിമാനിക്കണം. ദൈവ കാരുണ്യത്തിൽ അഭിമാനിക്കണം. പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. 6-ാമത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണ്. 6-ാമത്തെ ദിവസം ഈശോ പറയുകയാണ്, ആരാ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? എളിമയും ശാന്തഹൃദയരും വിനീതരുമായിട്ടുള്ള ആത്മാവിനെ ശിശുക്കളുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എല്ലാ തലങ്ങളും ഈശോയ്ക്ക് വേണം, എല്ലാ തരം ഈശോയ്ക്ക് വേണം. കാരണം സാത്താൻ ആരെയും പിടിച്ചോണ്ട് പോകാനായിട്ട് പാടില്ല. കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കന്മാർ നന്നായിട്ട് വളർത്തണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു ഗതികേട് അച്ഛൻ കാണുന്നതിനാന്ന് പറയാം. സഭ ഇതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയാ. പലപ്പോഴും നമ്മൾ ഈ ഭൗതികതയ്ക്ക് കൊടുക്കുന്നതിൻ്റെ 100-1 അംശമെങ്കിലും പലരും ആത്മീയതയ്ക്ക് കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ ആത്മീയതയുടെ കാര്യത്തിൽ ഞങ്ങൾ 1 മാസം മുമ്പ് പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പാലായി വെച്ച് ഗർഭിണികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി.
ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഒരു 100-100ഓളം പേര് വന്നതിൻ്റെ അകത്ത് പങ്കെടുത്തു. എന്താണ്? അവരുടെ ഉദരത്തിലെ കുഞ്ഞ് ആയിരിക്കുന്ന അവസ്ഥ തൊട്ട് ആ കുഞ്ഞ് വചനം കേൾക്കണം. ഹല്ലേലൂയ. അല്ലാതെ പെട്ടെന്ന് കുറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് കീറാമൂട്ടി പ്രശ്നം വരുമ്പോഴത്തേക്കും ധ്യാനകേന്ദ്രത്തിലൂടെ ഓടിയാ പോരാ. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, ആദ്യമേ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ ആദ്യം തേടേണ്ടത്, കുഞ്ഞുങ്ങളൊക്കെ തൊട്ട് തേടിപ്പിക്കേണ്ടത് ഈശോയെ അറിയാൻ, ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. മാതാപിതാക്കന്മാർ അത് സ്വന്തമാക്കണം. നമുക്കതില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഈ കരുണയിൽ വളരണം. കരുണയിൽ വളരുന്ന ഒരു കുഞ്ഞിനെ പിശാചിന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈശോയുടെ കരുണക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചിനെ ഒരു പിശാചിനും തട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും 7ാമത്തെ ദിവസം പറയാണ്, എൻ്റെ ദൈവീക കരുണയെ പ്രചരിപ്പിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവരിക. ഉണ്ടോ? ഇപ്പൊ അത് നിങ്ങളുടെ ആത്മാക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവകരുണയെ പ്രചരിപ്പിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരുടെ ആത്മാക്കളെ അത് ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ ദിവസത്തെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. വി ആർ ബ്ലെസ്ഡ് ഗ്രൂപ്പ്. കാരണം നമ്മളെക്കുറിച്ച് ഈശോ ഇങ്ങനെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. അഭിമാനിച്ചാൽ മാത്രം പോരാ, ഈ കരുണയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട്. ഹല്ലേലൂയ. 8ാം ദിവസം ശുദ്ധീകരണ സ്ഥലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഈശോ അവളോട് പറയുകയുണ്ടായി. 9ാം ദിവസം മന്നോഷ്ണതയിലേക്ക് കൂപ്പുകുത്തിപ്പോയ ആത്മാക്കളെ പിടിച്ചുകൊണ്ട് വരാൻ. കത്തോലിക്കനാണോ? കത്തോലിക്കനാ. ജീവിക്കുന്നുണ്ടോ? ജീവിക്കുന്നു. എന്നാൽ ജീവിക്കുന്നുണ്ടോ? ഇല്ലതാണ്. ഉദാശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുമ്പസാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴും പലരും കുമ്പസാരിക്കുന്നത് വെറും നേർച്ച കുമ്പസാരമാണ്. ചിലപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെയൊക്കെ പലരും വന്ന് കുമ്പസാരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾക്ക് പല്ലവി കേൾക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ വല്ല കോഡ് ഭാഷയാണ്. കോടൊന്നുമല്ല, പറഞ്ഞ പാപത്തെക്കുറിച്ചാണ് പറഞ്ഞു. ചോദിച്ചോ. ഒരമ്മച്ചി ഇത്രയും പറഞ്ഞ എന്നോട് കൂടെ ചോദിച്ചു, അച്ഛനും സുഖമൊക്കെയാണോ? അമ്മച്ചിയുടെ സ്നേഹം കണ്ടോ അവിടെ അച്ഛനോടുള്ളേ? ചെറിയ വന്നിച്ച് പറയും, അച്ഛൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അച്ഛൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വന്നേച്ച് ചോദിച്ചോളൂ, അച്ഛൻ ഭക്ഷണമൊക്കെ എന്നാലും കഴിക്കുന്നുണ്ടോ? ഏതാ കുമ്പസാരക്കൂടിൽ കൂടെ പറയണത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുമ്പസാരം നന്നായാൽ തന്നെ നമ്മൾ നന്നാകും. ഞങ്ങൾ വാർഷിക ധ്യാനമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇടവകളിലോ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നത് ആ ധ്യാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എത്രമാത്രം പശ്ചാത്താപത്തോടെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആത്മാക്കൾ ആശ്രയിക്കുന്നുണ്ടെന്ന് മാത്രമേ നോക്കാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പശ്ചാത്താപത്തോടെ ദൈവത്തിന്റെ കരുണയിലേക്ക് ആശ്രയിക്കുന്ന ഒരാത്മാവും നഷ്ടപ്പെട്ടു പോവുകയില്ല. കരങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പരിശുദ്ധ അമ്മ ഈ റോളായിരുന്നു നമുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളെ യഥാർത്ഥ പശ്ചാത്താപത്തിലേക്ക് നയിക്കുക. ഒരിക്കലും ചെറിയ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ റോൾ തന്നെ നമുക്ക് ഈശോയോട് നേരിട്ട് ഏറ്റു പറയാൻ പറ്റും. നോ. അച്ഛൻ പറയും നോ. ബിബ്ലിക്കലായിട്ട് സഭ പഠിപ്പിക്കുന്നതും ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് അമ്മയുടെ ആവശ്യമുണ്ട്. അമ്മയെ കൂടാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മെല്ലിച്ച പ്രാർത്ഥനകൾ, ഒത്തിരി വിടക്ക് പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകളൊക്കെ ആർക്ക് നേരിട്ട് സ്വീകരിക്കാൻ പറ്റും? അച്ഛൻ അതിനൊരു കഥയും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഒരു കഥയും കൂടെ തന്നെ എൻ്റെ സമയമാവും. ഞാൻ ഇവിടെ ചെമ്മാച്ചനോട് ചോദിച്ചു എന്തായാലും, അപ്പം പറഞ്ഞു 10-15 മിനിറ്റ്. പിന്നെ അച്ഛനോട് സംശയം ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്തായാലും ഇഷ്ടമുണ്ട് അത്ര പറഞ്ഞു, അളാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തായാലും ഇഷ്ടമെന്ന് എനിക്ക് പറഞ്ഞു വിടുന്നതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾ നന്നായിട്ട് കേൾക്കുന്ന സമൂഹമാണ്. ഞാനൊരു കഥയും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഒരു രാജഭരണകാലത്ത് ഒരു കുടുംബം, ഒരു പാവപ്പെട്ട കുടുംബം, ഒരു കർഷക കുടുംബം, അവർക്കാകെ സാമ്പത്തിക പ്രതിസന്ധികൾ, എങ്ങനെ കുടുംബം മുന്നോട്ട് പോറ്റിക്കൊണ്ട് പോകുമെന്ന് അവർക്കൊരു നിശ്ചയമില്ല. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുക, നമുക്ക് പോയി രാജാവിനെ ഒന്ന് മുഖം കാണിച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറയാം. രാജാവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി. അപ്പോൾ രാജാവിനോട് ഇതൊക്കെ ഒന്ന് പോയി പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായമൊക്കെ കിട്ടിയല്ലേ. ഇത് പറഞ്ഞപ്പോൾ ഈ കർഷകൻ്റെ കർഷകൻ ഭാര്യയോട് പറഞ്ഞെടി, നമ്മളെങ്ങനെ അങ്ങനെ പോകുന്നത്? രാജാവിനെ കാണാൻ പോകുന്നവർ കാഴ്ച എന്തെങ്കിലും സമർപ്പിക്കും. നമുക്കുണ്ടോ കാഴ്ച വല്ലുള്ളൂ? നമ്മളെന്നാ കാഴ്ച വെക്കുക? നമ്മൾ രണ്ടുപേരും കൂടെ പോയി പ്രത്യക്ഷപ്പെട്ട് നിന്നാൽ കാഴ്ചയാവൂ. അതുകൊണ്ട് എന്താ കാഴ്ച കൊണ്ടുപോയി സമർപ്പിക്കുക? അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു നമ്മുടെ ചെറിയ വാഴത്തോട്ടത്തിലൊന്നും നമുക്ക് പോയി നോക്കാം. കരിമെല്ലാം തന്നെ വിറ്റ് പോയതാണ്, ഇനി ഒന്നുമില്ല, എന്നാലും ഒന്നും കൂടെ പോയി നോക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോയി ഏതെങ്കിലും ഒരു വാഴക്കല കിട്ടുമെന്ന് അറിയാണ്ട് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മെല്ലിച്ച ഒരു വാഴക്കല മാത്രമേ അവിടെ ബാക്കി നിൽപ്പുള്ളൂ. മെല്ലിച്ച് ഒരു വാഴക്കല. ഭാര്യ പറഞ്ഞു നമുക്കിത് വെട്ടി പഴിപ്പിച്ച് കൊണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു നീ തന്നെ പൊക്കോണ്ടാൽ മതി, ഞാൻ ആ കൂട്ടത്തിലില്ല. ഇത്രയും മെലിഞ്ഞ ഒരു കാഴ്ചയായിട്ട് ഞാനില്ല, നീ തന്നെ പൊക്കോണ്ടാൽ മതി എന്ന് പറഞ്ഞു.
അതിലും ഭാര്യ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് ഒരു പണിയുണ്ട്, ഞാനൊരു പണി പറഞ്ഞു തരാം. നമുക്കിത് വെട്ടി പഴുപ്പിച്ച് നേരെ പോയി രാജാവിനെ കാണണ്ട, രാജ്ഞിയെ പോയി കണ്ടാൽ മതി. പരിശുദ്ധ അമ്മയുടെ റോള് ഭയങ്കര കേട്ടോ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് തുടങ്ങാത്തവർ ഇന്നെങ്കിലും തുടങ്ങിക്കണം. എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്നറിയാം. ഇന്ന് എത്ര കൊന്തോ എല്ലാം അത്രയും ചൊല്ലിക്കൊള്ളുക. അതിനെപ്പറ്റി സമയം കിട്ടുവാണ് പറയാം, അല്ലെങ്കിൽ ഇവിടെ നിർത്തും. ഇങ്ങനെ ഇവർ തീരുമാനമെടുത്തു, വെട്ടി ഒരു വിധത്തിൽ പഴുപ്പിച്ചു. നമുക്കറിയാം മൂക്കാത്ത കൊല പഴുപ്പിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞെക്കി പഴുപ്പിച്ചെന്ന് പറയാറില്ലേ, ഒരു വിധം പഴുപ്പിച്ച് ഇത് കൊണ്ടുപോവുക കാഴ്ച വസ്തുവായിട്ട്. അവർക്കൊരു ഭയമുണ്ട്, ഇത് അനുഗ്രഹമാവുമോ പ്രശ്നമാവുമോ. ഏതായാലും അവർ നേരെ പോയി റാണിയെ കണ്ടത്. റാണിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ അവശതയാണ്, രാജാവിനെ കാണണമെന്നുണ്ട്, പക്ഷേ എന്നതാ കാഴ്ച കൊടുക്കുക, ഞങ്ങൾക്ക് ആകെ ഇതേ അവശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ റാണി പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളൊന്നും പറയണ്ട, എനിക്കെല്ലാം പിടി കിട്ടുന്നുണ്ട്. ഈ റാണി എന്നാ അറിയോ, റാണി ഒരു സ്വർണ്ണ തളികയെടുത്തു. തളികയെടുത്തിട്ട് ഇതിലെ ഓരോ കായും അടർത്തി ഈ സ്വർണ്ണ തളികയിലോട്ട് അലങ്കരിച്ചങ്ങ് വെച്ചു, റാണി വെച്ചു. എന്നിട്ട് ചുറ്റും നല്ല പുഷ്പങ്ങൾ കൊണ്ട് ഈ തളികയെ അങ്ങോട്ട് മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചു. കണ്ടു കഴിഞ്ഞാൽ അതൊരു മെല്ലിച്ച കാഴ്ചയായിട്ട് ആർക്കും തോന്നത്തില്ല, സുന്ദരമായൊരു കാഴ്ച സ്വർണ്ണ തളികയിൽ. എന്നിട്ട് റാണി തന്നെ ഈ തളികയും പിടിച്ചുകൊണ്ട് ഇവരോട് പറഞ്ഞു, എൻ്റെ കൂടെ പോന്നാൽ മതി, ഞാൻ രാജാവിൻ്റെ കൊടുത്തേക്കാമെന്ന്. ഇവരെയും കൂട്ടിക്കൊണ്ട് റാണി തന്നെ ഈ കാഴ്ചവസ്തു മേടിച്ച് ചെല്ലുകയാണ്. രാജാവ് കണ്ടതേ ചോദിച്ചാൽ, ആരാ നമുക്ക് ഇത്രയും നല്ല കാഴ്ച കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഇവരുടെ കാഴ്ചയാന്ന്. രാജാവ് പറഞ്ഞു, ഇവർക്ക് എന്താണ് ആവശ്യം അവർക്കത് കൊടുത്തു വിടാൻ പറഞ്ഞു. ഈ കഥ കേട്ടപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന, ഇതാ പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ കരുണ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമുക്കൊരിക്കലും എത്തി നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ കരുണ പരിശുദ്ധ അമ്മയിലൂടെ പ്രവഹിക്കുന്ന സുന്ദര കാലഘട്ടത്തിലാണ്, കരുണയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇത്രയും നാൾ അനുഭവിച്ച ദൈവകരുണ, ഇന്നും വർഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരുണ, ഇനിയും നമ്മൾ വിളിക്കപ്പെടുന്നതുവരെ, നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതുവരെ ഈ ഭൂമിയിൽ അനുഭവിക്കാനിരിക്കുന്ന ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്നും, എല്ലാ മനുഷ്യരും ഈ കരുണയിൽ അമ്മയ്ക്ക് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ പാപികളും ഈ കടലിൽ മുങ്ങിത്താഴുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായി ഒരു വാക്ക്, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാ. കുടുംബത്തിന്റെ വിശുദ്ധീകരണം മാതാവിന്റെ വലിയൊരു സ്നേഹ പദ്ധതിയാകട്ടോ, തള്ളിക്കളയരുത്. നമ്മൾ കുടുംബയോഗം കൂടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കുടുംബ വിശുദ്ധീകരണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കുടുംബയോഗങ്ങൾ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് നമ്മൾ കുറേ പാപ്പര, നമുക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തരാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അന്തരം വരാൻ കാരണം തന്നെ ഫാമിലി, കുടുംബശാഖകൾ വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ടാണ്. ജീവിതത്തിൽ മരിച്ചുപോയ കാരണവന്മാരെ ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കണം. അവരാരും വന്ന് നമ്മളെ ശല്യപ്പെടുത്തുകയല്ല. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, കാരണവന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് സഭ പറയുമ്പോൾ അവർ വന്ന് ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഒരിക്കലുമില്ല, സഭ അങ്ങനെ പഠിപ്പിക്കുകയില്ല, അതങ്ങനെ അല്ലതാണ്. എന്താണ്, ഒരാൾ മരിക്കുമ്പോൾ അത് നമുക്കറിയാം, ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ തനത് വിധി സംഭവിക്കും. ഹല്ലേലൂയ. തനത് വിധി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ തന്നെ ഈശോ എന്നെ വിധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ തീരെ മോശമായിട്ട് മാരക പാപത്തിലായി ഇപ്പം അധപതിച്ച് മരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകും? നരകത്തിലോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുഞ്ഞു പാപങ്ങൾ ചെയ്ത് പെട്ടെന്ന് സ്വർഗം പ്രവേശിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാതെയാണെങ്കിൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. ഹല്ലേലൂയ. അതല്ല, പാപമൊന്നുമില്ല, ഞാൻ സ്വർഗത്തിന് ഇപ്പോൾ തന്നെ അവകാശിയാണെങ്കിലും മാലാഖമാർ എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ വന്ന് നമ്മളെ ഉപദ്രവിക്കാട്ടോ. ഒരിക്കലുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല. കാരണം സമരസഭയും സഹനസഭയും വിജയസഭയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. പുണ്യവാന്മാരുടെ ഐക്യം എന്ന സഭ പഠിപ്പിക്കുന്നതാണ്. സഹനസഭയും സമരസഭയും വിജയസഭയും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന നമ്മുടെ ആത്മാക്കള്, അവർക്ക് തനിയെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഇനി കയറാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ ഒത്തിരി അനുഗ്രഹീതരാ. നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, സ്വർഗത്തോട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അർപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരേ കൂട്ടർ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക്, ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കൊന്നും ഇല്ലാത്ത വലിയൊരു അനുഗ്രഹം കിട്ടിയവരാണ് നമുക്ക്. ഈ അവസരം നഷ്ടപ്പെടുത്തിയേക്കരുത്. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ പാവപ്പെട്ട കാരണവന്മാർക്ക് വേണ്ടിയിട്ട്
തലമുറകളെ സമർപ്പിച്ച് അവിടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന കരുണയുടെ കൊന്തകൾ 3 തോന്നുന്നു പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? 3 അല്ലേ? അപ്പൻ്റെ കുടുംബത്തെ സമർപ്പിച്ച്, അമ്മയുടെ കുടുംബത്തെ സമർപ്പിച്ച്, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് ഒക്കെ കരുണക്കൊന്ത ചെല്ലണം. അതുപോലെ എല്ലാ പാപികൾക്കും വേണ്ടി ചെല്ലണം, ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി ചെല്ലണം. അങ്ങനെ ചൊല്ലി 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 എന്താ സംഭവിക്കുന്നത്? മലാക്കിയുടെ പുസ്തകം 4:6 അത് നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള പുസ്തകമാണ്. അതിലെ ഏറ്റവും അവസാനത്തെ വാചകം, അങ്ങനെ അവൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് മൂടാതിരിക്കാനായിട്ട് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിച്ചുവിടും. ഹല്ലേലൂയ. കരങ്ങളെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി 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 നന്ദി. കരുണ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വഴി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവർ വ്യാപരിക്കുന്ന സകല രംഗങ്ങളിലേക്കും കരുണ വർഷിക്കപ്പെടട്ടെ. കരുണ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവിക കരുണ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. 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 തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. രോഗികളായിട്ട് കഴിയുന്നവർ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ. മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർ, ആത്മീയ തടസ്സങ്ങളിൽ കഴിയുന്നവർ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തവർ, ഹൃദയത്തിൽ സ്വർഗീയ പിതാവ് നട്ടമല്ലാത്ത പാഴ്ചെടികൾ കൊണ്ടു നടക്കുന്നവർ പരിശുദ്ധ സ്നേഹത്താൽ നിറയട്ടെ. ദൈവിക കാരുണ്യത്താൽ നിറയട്ടെ. ഈ കരുണയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയുടെ ഈ സമുദ്രത്തിലേക്ക് മുങ്ങിത്താഴാൻ ഇടയാകട്ടെ. അനേകരെ ദൈവിക കൃപയിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപ ഈ മക്കൾക്കെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എന്നാൽ കൊടുക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന തുടരാം. നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയെ ദീർഘരമസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ത്രീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജലത്തിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നേർന്നുള്ള വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്കും മുമ്പ് തന്നെ നെടുക്കൊണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടിയാണ് ഞങ്ങളെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാന്തരകത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഞങ്ങൾ കൈപ്പിനായി തലയോടിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമിദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയത്തെ മുദ്രധാരുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിളവുമേ
പുത്രനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരം പൂർത്തിയിടാ പാവനമീ ബലിയിൽ ഒന്നായി പാടിടട്ടെ ആമേനാമേ. മാർത്തോമായെയും ഗണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും
നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സൗരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസത്തിലും വിശ്വാസികളുമായ എല്ലാ ഉന്നതാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹോദരനെ രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നന്ദിയോടെ സൂക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി ശബ്ദരായി ഏകാഗ്രയും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിന് ബലിയർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും
എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ 1000-ങ്ങളും മലഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവരവരുടെ മഹിമകളാൽ ഉന്നത കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാനീ ചെയ്തത്
നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ബെനദിക്തോസ് ബാബായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിങ്ങൾ ശുദ്ധരായി അറിവറും പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച്
സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാവുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാവുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഇതാ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച രഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊരിന്നിൽ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷിക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ പങ്കുകൊള്ളുകയും ചെയ്യാം. വിശുദ്ധ കുർബാന നാവില് മാത്രം സ്വീകരിക്കുക. മാമോദിസ മുങ്ങാത്തവരും സഭാവിരുദ്ധ വിവാഹ ബന്ധങ്ങളിലൊക്കെ കഴിയുന്നവരും ഈശോയെ സ്വീകരിക്കരുത് നമുക്കറിയാമല്ലോ. കാര്യം ഓർക്കുക. കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഹമാരോടുകൂടി തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. വഴിയ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം
നിശ്ചയമായി വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസം ഉയിർപ്പിക്കും. നിത്യോത്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. കരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമായ ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വീകരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നീ ബലിയർപ്പിക്കുവാൻ